Learning's daily news desk. ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ന്യൂസ് എന്താണ്? India braces for impact of 50% US tariff from today. Second, the Election Commission of India's ring fence is the constitution and the law. Third, the gender angle to India's economic vulnerabilities. Fourth വരുന്ന എന്താണ്? What is the airdrop test conducted by ISRO? ഓക്കെ, നമുക്ക് ഓരോ ന്യൂസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ആദ്യത്തെ ന്യൂസ് എന്താണെന്ന് നോക്കാം. ഇന്ത്യ ബ്രേസസ് ഫോർ ഇമ്പാക്ട് ഓഫ് 50% US ടാരിഫ് ഫ്രം ടുഡേ. അതായത് എന്താണ് ഈ ന്യൂസിൽ പറയുന്നത് വെച്ചാൽ, US ഇന്ത്യൻ ഗുഡ്സിന് മേലെ ഒരു 25% ടാരിഫ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്നോട്ടായിരുന്നു? ഓഗസ്റ്റ് 7 എഫക്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ എന്താണ്? അതുകൂടാതെ എക്സ്ട്രാ ഒരു 25% കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓഗസ്റ്റ് 27, അതായത് എന്താ, ഇന്ന് തൊട്ട് അത് എഫക്റ്റിൽ വരുമെന്നാണ് ഈ ന്യൂസിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ടാരിഫിന്റെ ഒരു എക്സെപ്ഷൻസ് ഒക്കെ ഇതിലൊക്കെ വരുന്നത് നോക്കിയാൽ അയൺ, സ്റ്റീൽ, അലൂമിനിയം പ്രോഡക്ട്സിലൊക്കെയാണ് വരുന്നത്. അതുപോലെ പാസഞ്ചർ വെഹിക്കിൾ, സെമി ഫർണിഷ്ഡ്, കോപ്പർ ഡെറിവേറ്റീവ് പ്രോഡക്ട്സിലൊക്കെയാണ് എക്സെപ്ഷൻസ് ഒക്കെ വരുന്നത്. ഇത് എങ്ങനെ ഇന്ത്യ ഇമ്പാക്ട് ചെയ്യുന്നു, അതായത് ഈ ടാരിഫ് എങ്ങനെ ഇന്ത്യ ഇമ്പാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, അറൌണ്ട് $47 to $48 billion വർത്ത് ഓഫ് എക്സ്പോർട്സ്. അപ്പൊ എന്താണ്, ഈ ഒരു $1 billion വർത്ത് വരുന്ന ഈ ഒരു എക്സ്പോർട്സിനെയാണ് എന്താണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ എന്താണ്, exporters fear loss of competitiveness against China, Vietnam, Cambodia, Philippines. China, Vietnam, Cambodia, Philippines. അപ്പൊ എന്താണ്, ഇവർക്ക് എന്താണ് ടാരിഫ് കുറവാണ്, ഇന്ത്യക്ക് എന്താണ് ടാരിഫ് കൂടുതലാണ്. അതുകൊണ്ട് എന്താണ്, നമ്മുടെ ആ ഒരു കോമ്പറ്റീറ്റീവ്നെസ് അവിടെ കുറയാണ്, ലോസ് ചെയ്യാണ് വരുന്നത്. അതുപോലെ എന്താണ്, may worsen India's trade deficit and impact foreign exchange earnings. ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റിനെയും അതുപോലെ എന്താണ് ഫോറിൻ എക്സ്ചേഞ്ചിനെയൊക്കെ എന്താണ് ഇത് വളരെ മോശമായി തന്നെ അഫക്റ്റ് ചെയ്യും, ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇതിലെല്ലാം. ഓക്കെ, ഇതാണ് ഇന്ത്യക്ക് ഈ ടാരിഫായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സ്. ഇന്ത്യയുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു ടാരിഫ് അനൗൺസ് ചെയ്തതിനെ പറ്റിയിട്ടുള്ള ഇന്ത്യയുടെ റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ, ഗവൺമെന്റ് പ്രൊമോട്ടിംഗ് വോക്കൽ ഫോർ ലോക്കൽ ആൻഡ് സ്വദേശി പുഷ് ടു റെഡ്യൂസ് റിലയൻസ് ഓൺ എക്സ്പോർട്ട്. അതായത് എന്താണ്, ഇന്ത്യൻ ഗവൺമെന്റ് ലോക്കൽ ട്രേഡേഴ്സിന് ഇമ്പോർട്ടൻസ് നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് എക്സ്പോർട്ട് നമുക്ക് ടാരിഫ് എന്താണ് കൂട്ടിയിരിക്കുകയാണ്. അപ്പം നമ്മൾ എക്സ്പോർട്ടിനുള്ള ഇമ്പോർട്ടൻസ് കുറച്ചിട്ട് നമ്മുടെ ഓൺ പ്രോഡക്ട്സ്, നമ്മുടെ ലോക്കൽ ട്രേഡേഴ്സിന് ഇമ്പോർട്ടൻസ് നൽകുകയാണ്. അതുപോലെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് യുഎസിന്റെ ഈ ഒരു ആക്ഷനെ എങ്ങനെയാണ് ടേം ചെയ്യുന്നത്? അൺഫെയർ, അൺജസ്റ്റിഫൈഡ്, അൺറീസണബിൾ എന്നാണ് ടേം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു കൗണ്ടർ ടാരിഫ് ഇതുവരെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല. അതുപോലെ എന്താണ്, ചൈന എന്താണ് ഓപ്പൺലി എന്താണ് യുഎസിന്റെ ഈ ഒരു മൂവിനെ എന്താണ് ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിനെ എന്താണ് ചൈന ടേം ചെയ്തത്? എന്താ, ഇതൊരു ബുള്ളിങ് ആണ് എന്നാണ് ചൈന പറയുന്നത്. ഓക്കെ, നമുക്കിനി നോക്കാം. നമുക്കിനി ഈ ന്യൂസ് മെയിൻസിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, GS2-ലും GS3-ലും വരുന്നത്. GS2-ല് ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇന്ത്യ US ട്രേഡ് റിലേഷൻസ്, ജിയോ പൊളിറ്റിക്സ് ഓഫ് സാങ്ഷൻസ്, ചൈന പൊസിഷനിങ്, ഇതൊക്കെയാണ് GS2-ല് വരിക. GS3 എക്കോണമിയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇമ്പാക്ട് ഓൺ ഇന്ത്യാസ് എക്സ്പോർട്ട്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ട്രേഡ് റൂൾസ്, എക്കണോമിക് നാഷണലൈസേഷൻ ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുക, ഡീറ്റെയിൽ ആയിട്ട് ഈ ന്യൂസ് വായിക്കാം. ഓക്കെ, അടുത്ത ന്യൂസ് നമുക്ക് നോക്കാം. അടുത്ത ന്യൂസ് എന്താണ്? ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യാസ് റിംഗ് ഫെൻസ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ലോ. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, എലക്ഷൻ നടക്കുമ്പോൾ അതായത് വോട്ടർ അഡ്രസ്സിൽ, ID-യിൽ എലക്ഷൻ ചെയ്ത ആൾക്കാരുടെ അഡ്രസ്സിൽ, പേരിലൊക്കെ ഉണ്ടായിട്ടുള്ള മിസ്മാച്ചും കാര്യങ്ങളുടെ ഇഷ്യൂസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടാണ് ഈ ന്യൂസിൽ പറയുന്നത്. എന്താണ്, അതായത് രാഹുൽ ഗാന്ധി ഒപ്പോസിഷൻ ലീഡർ, അദ്ദേഹമാണ് ഇങ്ങനൊരു എന്താണ് മഹാദേവപുരത്തിൽ ഇങ്ങനൊരു അസംബ്ലി സെഗ്മെന്റിൽ എന്താണ് ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് കണ്ടെത്തിയതും ഇങ്ങനെയൊക്കെ റേസ് ചെയ്തതും. അപ്പൊ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്താണ് അദ്ദേഹത്തിനോട് പറഞ്ഞ എന്താണ്, കൃത്യമായിട്ടുള്ള എവിഡൻസ് ഒന്നെങ്കിൽ നിങ്ങൾ ഹാജരാക്കുക, അതല്ലെങ്കിൽ എന്താ അപ്പോളജി ചെയ്യുക എന്നാണ് ഈ ന്യൂസിൽ പറയുന്നത്. ഇതിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഒരു ലീഗൽ ഫ്രെയിംവർക്ക് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 324 ഇതിൽ എന്താണ്, ആർട്ടിക്കിൾ 324 എന്താണ് പറയുന്നത്? വെസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വിത്ത് പവേഴ്സ് ടു സൂപ്പർവൈസ്, ഡയറക്റ്റ്, കൺട്രോൾ ഇലക്ഷൻസ്.
എൻഷുർ എന്ത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. ഇതെന്താണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ആർട്ടിക്കിൾ 324 പ്രകാരം എന്താ പറയുന്നത്, ഇലക്ഷൻ കമ്മീഷൻ ആണ് എന്താണ് ഒരു ഫ്രീ ആൻഡ് ഇലക്ഷൻ എൻഷുർ ചെയ്യേണ്ടത്. അതുപോലെ എന്താണ് ഇലക്ഷൻ സൂപ്പർവൈസ് ചെയ്യും, ഡയറക്റ്റ് ചെയ്യും, അത് കൺട്രോൾ ഒക്കെ ചെയ്യേണ്ട ആരാണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ അടുത്ത എന്താ പറയുന്നത്, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950. ഈ ഒരു ആക്ടിൽ എന്താണ് പറയുന്നത് വെച്ചാൽ പ്രൊവൈഡ്സ് ഫ്രെയിംവർക്ക് ഫോർ ഇലക്ട്രൽ റോൾ. എന്താണ് ഇലക്ട്രൽ റോളിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിംവർക്ക് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് എന്തൊക്കെ പ്രിപ്പറേഷൻ, സ്ക്രൂട്ടണി, റിവിഷൻ, അതൊക്കെയാണ് ഈ ഒരു ആക്ടിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഉറപ്പാക്കണം. അതായത് കൃത്യമായിട്ട് അത് പ്രിപ്പയർ ചെയ്തോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്ക്രൂട്ടണി ചെയ്തോ, അല്ലെങ്കിൽ അത് റിവിഷൻ ചെയ്തോ എന്നൊക്കെ ഈ ഒരു ആക്ട് പ്രകാരം നമ്മൾ ഉറപ്പുവരുത്തണം. രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രൽ റൂൾസ് 1960 റൂൾ 25 ആക്ട് നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൊവൈഡ്സ് ഫോർ സമ്മറി ആൻഡ് ഇന്റൻസീവ് റിവിഷൻ. ഇതിൽ പറയുന്നത് എന്താണ്, സമ്മറിയും ഇന്റൻസീവ് റിവിഷനുമാണ് ഈ ആക്ടിൽ പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ലീഗൽ ഫ്രെയിംവർക്ക് നോക്കുകയാണെങ്കിൽ. ഈ ഒരു സംഭവത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു വെച്ചാൽ അവർ ന്യൂട്രൽ ആണ് ആകേണ്ടിയിരുന്നത്. പക്ഷെ എന്നാൽ എന്താ അവർ ന്യൂട്രൽ ആയിട്ടല്ല ഈ ഒരു കാര്യം കൈകാര്യം ചെയ്തത്. ഓക്കെ, ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIR ഇൻ ബീഹാർ അത് നോക്കുകയാണെങ്കിൽ അത് ജൂലൈ 1 കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലെന്താണ് ഒരു ഇന്റൻസീവ് റിവിഷൻ ആണ് നടന്നത്. എന്ത് വിത്തിൻ എ മന്ത്, ഒരു മാസത്തിനുള്ളിൽ ഒരു പെട്ടെന്നുള്ള ഒരു ഇന്റൻസീവ് റിവിഷൻ നടന്നു. പക്ഷെ ആ സമയത്ത് എന്താണ് അതുകൊണ്ട് എന്താണ് ഒരു ലീഗൽ ഇൻഫോർമിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് കെയോസ് ഒക്കെ ആയിരുന്നു അത്. 65 ലക്ഷം വോട്ടേഴ്സിന്റെ പേരുകളാണ് ഡിലീറ്റ് ആയത്. അപ്പൊ എന്താണ് സുപ്രീം കോടതി ഓർഡർ ചെയ്ത് ഇലക്ഷൻ കമ്മീഷനോട് എന്ത് അവരുടെ പേരുകളും എന്തുകൊണ്ട് ഡിലീറ്റ് ആയി എന്നുള്ളതിന്റെ റീസണും പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതൊക്കെയാണ് കറണ്ട് ഇഷ്യൂ ആയിട്ട് വരുന്നത്. ഇനി ഒരു ജുഡീഷ്യൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ AC ജോസ് വിസസ് ശിവൻപിള്ള 1984 ഒരു കേസ് ഉണ്ടായിരുന്നു. അതിലെന്താണ് സുപ്രീം കോടതി വാൺ ചെയ്തിരുന്നു എന്താണ് ഇലക്ഷൻ കമ്മീഷന് കൃത്യമായിട്ടുള്ള പവേഴ്സ് ഉണ്ട്, അപ്പൊ ആ രീതിക്ക് തന്നെ പോകണം, അതല്ലാതെ എന്താണ് അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ എന്താണ് സുപ്രീം കോടതി റീഅഫേം ചെയ്ത് എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യസ് അതോറിറ്റി ഈസ് വാസ്റ്റ് ബട്ട് നോട്ട് അൺഫിറ്റഡ്. ഓക്കെ, ഇത് മെയിൻസിന്റെ റിലവൻസ് നോക്കുകയാണെങ്കിൽ GS2 പൊളിറ്റിയിലാണ് വരുന്നത്. എന്താണ് ഇൻഡിപെൻഡൻസ്, ന്യൂട്രാലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. അതുപോലെ എന്താണ് പവേഴ്സ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ 324 ഇലക്ടറൽ റിഫോംസ് ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, നമുക്ക് അടുത്ത ന്യൂസ് നോക്കാം. അടുത്ത ന്യൂസ് ദ ജെൻഡർ ആംഗിൾ ടു ഇന്ത്യസ് എക്കണോമിക് വൾണറബിലിറ്റീസ്. അതായത് ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ US-ന്റെ ടാരിഫ് ഇന്ത്യൻ ഗുഡ്സിൽ മേലെ ഇമ്പോസ് ചെയ്തല്ലോ. അപ്പൊ അത് എങ്ങനെ ഒരു ജെൻഡർ ലെവലിൽ, അതായത് വുമന് എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്തതെന്നാണ്. അതായത് എന്താണ് നമുക്ക് 50% ടാരിഫാണ് ഇമ്പോസ് ചെയ്തേക്കുന്നത്. ഏകദേശം $40 ബില്യൺ വർത്ത് വരുന്ന ഇതാണിത്. ഓക്കെ, അതുപോലെ എന്താണ് ഇന്ത്യയുടെ GDP-യിൽ അപ്രോക്സിമേറ്റ്ലി എന്താണ് 1% വരെ എന്താണ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ടാരിഫിന്റെ കാരണം കൊണ്ട് ഉണ്ടാകും. അതുപോലെ ഇത് കൂടുതലും അഫക്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്, ടെക്സ്റ്റൈൽസ്, ജെംസ്, ലെതർ, ഫുഡ്വെയർ. അതായത് മേജർ എംപ്ലോയീസ് എന്താണ് സ്ത്രീകളാണ് ഇവിടെ. ഓക്കെ, ഇന്ത്യയുടെ വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഇങ്ങനെ ടാരിഫ് ഇമ്പോസ് ചെയ്തത് വഴി എന്താണ് ഇന്ത്യയുടെ ആ ഒരു ട്രേഡ് ഡൈവേഴ്സിഫിക്കേഷൻ, എക്സ്പോർട്ട് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് ലിമിറ്റ് ചെയ്യുകയാണ്. അതുപോലെ എന്താണ് ദ ക്രൈസിസ് എക്സ്പോസ് ഇന്ത്യ സ്ട്രക്ചറൽ വീക്ക്നെസ്, ലോ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നമുക്കിത് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഇമ്പാക്ട് ഓഫ് US ടാരിഫ് എങ്ങനെയാണ് നമ്മുടെ GDP-യിൽ 1% വരെ എന്താണ് ലോസ് കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു US ടാരിഫ് ഉണ്ട്. അതുപോലെ എന്താണ് ലേബർ ഇന്റൻസീവ് സെക്ടേഴ്സിനെയാണ് ഇത് കൂടുതലും ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും അവിടെ ആരാണ് സ്ത്രീകളാണ് വർക്കേഴ്സ് ആയിട്ടുള്ള എംപ്ലോയി ആയിട്ട് ഉള്ളത്. ഇപ്പോൾ ഒരു സ്ട്രക്ചറൽ എക്കണോമിക് ചലഞ്ച് നോക്കുകയാണെങ്കിൽ വുമൻസ് പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 37 to 41.7% ആണ് പാർട്ടിസിപ്പേഷൻ വരുന്നത്. ഗ്ലോബൽ ആവറേജ് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 60% ആണ്. അതുപോലെ ചൈനയുടെ ആവറേജ് നോക്കുകയാണെങ്കിൽ എന്താണ് 60% ആണ് വരുന്നത് വുമൻസ് പാർട്ടിസിപ്പേഷൻ. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്താ പറയുന്നത്, ക്ലോസിംഗ് ജെൻഡർ ഗ്യാപ് ക്യാൻ ബൂസ്റ്റ് GDP by 27% ഇൻ ലോങ് റൺ. അപ്പൊ ലോങ് റണ്ണിലേക്ക് അതായത് നമുക്ക് GDP-യിൽ ഒരു 27% വരെ ഹൈക്ക് കൊണ്ടുവരാൻ പറ്റും ഈ ജെൻഡർ ഗ്യാപ്പ് ഇല്ലാതാക്കുമ്പോൾ എന്നാണ് IMF പറയുന്നത്. സെക്ടേഴ്സ് അണ്ടർ ത്രെഡ്സ്, ഏതൊക്കെ സെക്ടേഴ്സ് ആണ് ഈ ഒരു ടാരിഫ് കൊണ്ട് ത്രെട്ടിലായിട്ടുള്ളത്, ടെക്സ്റ്റൈൽസ്, ലെതർ, ജെംസ് ഒക്കെ, ഇവരൊക്കെ എന്താണ്
വുമൺ ആണ് എന്താണ് എംപ്ലോയീസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ പാർട്ടിസിപ്പേഷൻ ആണ് ഇവിടെ കുറയുന്നത്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അറ്റ് സ്റ്റേക്ക് നോക്കുകയാണെങ്കിൽ എന്താ, ഇന്ത്യസ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ പീക്ക് വിൻഡോ ക്ലോസസ് 2045. ഓക്കെ, റിസ്ക് ഓഫ് ഇറ്റലി ഓർ ഗ്രേ സിനാരിയോ നോക്കുകയാണെങ്കിൽ എന്താണ്, ലോ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ കോസിങ് ലോങ് ടൈം ഡ്രാഗ് ഓൺ ഗ്രോത്ത്. അപ്പോൾ ഈ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞാൽ എന്താണ്, ഗ്രോത്തിൽ അത് നല്ലപോലെ ബാധിക്കുമെന്നാണ് നമ്മളുടെ എന്താണ് ഈ ഇറ്റലി ഓർ ഗ്രേ സിനാരിയോ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ ആ ഒരു ഫൈൻഡിങ്സ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. കറണ്ട് പാർട്ടിസിപ്പേഷൻ ലാർജ്ലി അൺപെയ്ഡ് ഓർ ലോ പ്രൊഡക്ടിവിറ്റി റൂറൽ വർക്ക്. അർബൻ പാർട്ടിസിപ്പേഷൻ സ്റ്റാഗ്നന്റ് ഡ്യൂ ടു സേഫ്റ്റി, ട്രാൻസ്പോർട്ട്, അൺപെയ്ഡ് കെയർ ബർഡൻ. ഓക്കെ, ഒരു ഗ്ലോബൽ ലെസൺ നോക്കുകയാണെങ്കിൽ എന്താണ്, യുഎസിന് ചൈൽഡ് കെയർ പ്ലസ് ഈക്വൽ പേ മൊബിലൈസ്ഡ് വിമൻ ആണ് യുഎസിൻ്റെത് വരുന്നത്. ചൈന നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു പോസ്റ്റ് 1978 തൊട്ട് എന്താണ് സ്റ്റേറ്റ് ബാക്ക്ഡ് ചൈൽഡ് കെയർ എഡ്യൂക്കേഷൻ ഒക്കെയാണ്. ഏകദേശം 60% വുമൻസ് പാർട്ടിസിപ്പേഷൻ, ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ജപ്പാൻ്റെ നോക്കുകയാണെങ്കിൽ ജപ്പാൻ റേസ്ഡ് 63 to 70% വുമൻസ് പാർട്ടിസിപ്പേഷൻ. അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ GDP-യിൽ എന്താണ് 4% ആണ് എന്താണ് ബൂസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. നെതർലാൻഡ്സ് നോക്കുകയാണെങ്കിൽ എന്താണ് ഫ്ലെക്സിബിൾ പാർട്ട് ടൈം വർക്ക് വിത്ത് ഈക്വൽ ബെനിഫിറ്റ്സ്. ഓക്കെ, ഈ ഗ്ലോബലി എന്താണ് വുമൻസിന്റെ പാർട്ടിസിപ്പേഷന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. അവരെങ്ങനെയാണ് വുമൻസ് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നതും അത് എത്രത്തോളം എഫക്റ്റ് ആകുന്നുണ്ടെന്നും GDP-യിൽ എത്രത്തോളം വരുന്നുണ്ടെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. പോളിസി സൊല്യൂഷൻ ഫോർ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സേഫ്റ്റി, ട്രാൻസ്പോർട്ട്, സാനിറ്റേഷൻ, ക്രച്ചസ് ഒക്കെയാണ് വരുന്നത്. അതായത് ഇൻഫ്രാസ്ട്രക്ചറും സേഫ്റ്റി എന്താണ് ഉറപ്പ് വരുത്തുക. കർണാടക ശക്തി സ്കീം നോക്കുകയാണെങ്കിൽ എന്താണ് 40% സർജ് ഇൻ വുമൻസ് മൊബിലിറ്റി ജോബ് ആക്സസ്. അതായത് വുമൺ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ വുമൻസിന് ജോബ് ആക്സസ് ഒക്കെ എന്താണ് 40% ഉയർത്തി. അതുപോലെ തന്നെ അർബൻ കമ്പനി മോഡൽ നോക്കുകയാണെങ്കിൽ എന്താണ് ഗിഗ് വർക്ക്, ഫോർമലൈസേഷൻ, സോഷ്യൽ പ്രൊട്ടക്ഷൻ, മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ഒക്കെ നൽകുന്നുണ്ട്. അർബൻ കമ്പനി മോഡലിലൊക്കെ എന്താണ് ഗിഗ് വർക്കേഴ്സിന് എന്താണ് സോഷ്യൽ പ്രൊട്ടക്ഷനും മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ഒക്കെ നൽകുന്നുണ്ട്. രാജസ്ഥാൻ IGUEGS നോക്കുകയാണെങ്കിൽ 65% ജോബ്സ് ടു വുമൻ, ലോക്കലൈസ്ഡ് എംപ്ലോയ്മെന്റ്. റിഫോംസ് ഏതിനൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, ജെൻഡർ സെൻസിറ്റീവ് ലേബർ കോഡ്സിൽ, ടാക്സ് ഇൻസെൻറ്റീവ്സ്, സ്കില്ലിംഗ്, ഡിജിറ്റൽ ഇൻക്ലൂഷൻ ഫോർ വുമൻ, ഫോർമൽ റെക്കഗ്നൈഷൻ ഓഫ് ഗിഗ് ഓർ പാർട്ട് ടൈം വർക്ക്, ഷിഫ്റ്റ് ഫ്രം ബ്ലാങ്കറ്റ് വെൽഫെയർ ടു എംപവറിംഗ് വുമൻ ആസ് എക്കണോമിക് ഏജൻറ്റ്സ്. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയാണ് എന്താണ് റിഫോംസ് ആവശ്യമായിട്ടുള്ളത്. ബ്രോഡർ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ എന്താണ് വുമൻസ് എംപവർമെന്റ് ഈസ് നോട്ട് ഓൺലി എ സോഷ്യൽ ഇക്വിറ്റി ഇഷ്യൂ ബട്ട് എ സ്ട്രാറ്റജിക് ഗ്രോത്ത് ഇംപെറേറ്റീവ്. സെൻട്രൽ ടു എന്താണ് എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ്, യൂട്ടിലൈസിംഗ് ഡെമോക്രാറ്റിക് ഡിവിഡൻഡ്, എൻഷുറിംഗ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് റെസിലിയൻസ്. ഓക്കെ, ഇതൊക്കെയാണ് എന്താണ് ഒരു ബ്രോഡർ ഒരു സിഗ്നിഫിക്കൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. ഓക്കെ, ഈ ന്യൂസ് മെയിൻസിൽ GS പേപ്പർ 1, GS പേപ്പർ 2, GS പേപ്പർ 3 വരുന്നത്. GS പേപ്പർ 1 സൊസൈറ്റി, റോൾ ഓഫ് വുമൻ, എംപവർമെന്റ് ചലഞ്ചസ്, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. GS പേപ്പർ 2 ഗവർണൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്, US India ട്രേഡ് റിലേഷൻ, സോഷ്യൽ ജസ്റ്റിസ് പോളിസീസ്, റോൾ ഓഫ് സ്റ്റേറ്റ് സ്കീം. GS പേപ്പർ 3 എന്താണ് എക്കോണമിയിലെ എക്സ്റ്റേണൽ സെക്ടർ വൾണറബിലിറ്റീസ്, ഫീമെയിൽ ലേബർ പാർട്ടിസിപ്പേഷൻ, ഇൻക്ലൂസീവ് ഗ്രോത്ത് സ്ട്രാറ്റജീസ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അടുത്ത ന്യൂസ് നോക്കാം. വാട്ട് ഈസ് ദ എയർ ഡ്രോപ്പ് ടെസ്റ്റ് കണ്ടക്റ്റഡ് ബൈ ISRO? ഓക്കെ, അതായത് ഓഗസ്റ്റ് 24, 2025 അതായത് എന്താണ് ഈ മാസം ISRO ടെസ്റ്റ് നടത്തിയിരുന്നത്. എന്തായിരുന്നു ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ്. ഓക്കെ, ഇത് സക്സസ്ഫുള്ളായി കണ്ടക്ട് ചെയ്തു. ഇതെന്ന് വെച്ചാൽ എന്താണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ ആണ് ഗഗൻയാന് വേണ്ടിയിട്ടുള്ള. അതായത് ഈ ഒരു ടെസ്റ്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞ ഈ സ്പേസിൽ പോകുന്ന ക്രൂവിനെ എന്താണ് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യിക്കുക, അതിന്റെ ടെസ്റ്റാണ് ഈ നടന്നത്. അതിനെ പറ്റിയിട്ടാണ് ഈ ന്യൂസിൽ പറയുന്നത്. ഓക്കെ, എന്താണ് ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് 1 എന്ന് വെച്ചാൽ എന്താണ് ഇതൊരു പാരച്യൂട്ട് സിസ്റ്റം ഉപയോഗിച്ച് എന്താണ് ഈ ഒരു 5 ടൺ വരുന്ന ഈ ഒരു ക്രൂ ക്യാപ്സൂളിനെ എന്താണ് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കുക, അതാണ്. ഓക്കെ, അതുപോലെ എന്താണ് ചിനൂക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ വെച്ചിട്ടാണ് എന്താണ് ഇത് ഡ്രോപ്പ് ചെയ്തത്. 8 മീറ്റർ പെർ സെക്കൻഡ് എന്താണ് സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താ ഈ പാരച്യൂട്ട് യൂസ് ചെയ്യുന്നത് വഴി
stimulate final stage of re-entry and splashdown in an actual human mission. Okay, significance of IADT-1 validates one of the riskiest mission phase, descent and landing. അതായത് എന്താണ് ഒരു ഏറ്റവും ഈ ഒരു മിഷനിൽ ഏറ്റവും റിസ്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഘട്ടമാണ് ഇത്, തിരിച്ചു വന്നിട്ട് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതെന്താണ് വാലിഡേറ്റ് ചെയ്യുക, അതാണ് നമ്മൾ എന്താണ് ഇതിൻ്റെ ഒരു വാലിഡേറ്റ് ചെയ്തു, അത് സക്സസ്ഫുൾ ആയി. ക്രിട്ടിക്കൽ ഫോർ ആസ്ട്രോണറ്റ് സേഫ്റ്റി, അവരുടെ സേഫ്റ്റി. അതുപോലെ എന്താണ് ഫെയിലിയർ ഓഫ് പാരച്യൂട്ട് വുഡ് ബി കാറ്റാസ്ട്രോഫിക്. ഡെമോൺസ്ട്രേറ്റ് സക്സസ്ഫുൾ കോർഡിനേഷൻ എമംഗ് ISRO, IAF, DRDO, നേവി, കോസ്റ്റ് ഗാർഡ്. ഇവരുടെ എല്ലാവരുടെയും എന്താണ് ഇവരെല്ലാവരുടെയും ഒരുമിച്ചുള്ള ആ ഒരു കോർഡിനേഷൻ തന്നെയാണ് ഈ സക്സസ്ഫുളിന് കാരണം. Place in the Gaganyaan roadmap. Gaganyaan aims to send Indian astronauts to low Earth orbit using a human-rated LVM-3 rocket. Previous test നോക്കുകയാണെങ്കിൽ എന്താണ് ക്രൂ എസ്കേപ്പ് സിസ്റ്റം ടെസ്റ്റ് ഇൻ ഒക്ടോബർ 2023 നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്സ് ഒക്കെ എന്താണ് NVD2 അഡ്വാൻസ്ഡ് അബോർട്ട് സിനാറിയോ ഡെമോൺസ്ട്രേഷൻ ആണ്. ഗഗൻയാൻ 1 എന്താണ് uncrewed mission with humanoid വ്യോമിത്ര. മൾട്ടിപ്പിൾ എയർഡ്രോപ്പ് ടെസ്റ്റ് എന്താണ് സിസ്റ്റം ടെസ്റ്റ്. അതുപോലെ ബിഫോർ ഫസ്റ്റ് ക്രൂഡ് മിഷൻ ടെൻറ്റേറ്റീവ് ഇൻ എന്താണ് ഏകദേശം 2027 കൂടി എന്താണ് ഈ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, ക്രിട്ടിക്കൽ സിസ്റ്റം അണ്ടർ ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ എന്താണ് എൻവയോൺമെന്റൽ കൺട്രോൾ ആൻഡ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ECLSS. അതായത് ഓക്സിജൻ, ഫയർ സേഫ്റ്റി, വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെയാണ് ഇവിടെ നോക്കുന്നത്. അതുപോലെ ഇന്റഗ്രേറ്റഡ് വെഹിക്കിൾ ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം, അതായത് എന്താ IVHMS. ഇതിലെന്താണ് ഫോൾട്ട് ഡിറ്റൻഷൻ, ഓട്ടോണോമസ് അബോർട്ട് ഒക്കെയാണ് നോക്കുന്നത്. ഹ്യൂമൻ റേറ്റഡ് LVM-3 എന്താണ് സ്ട്രെങ്തൻഡ് ഫോർ ക്രൂ സേഫ്റ്റി. ഇൻഡിജീനിയസൈസേഷൻ ഓഫ് ക്രിട്ടിക്കൽ ടെക് എന്താണ് എസ്കേപ്പ് മോട്ടോഴ്സ്, കമ്പോസിറ്റേഴ്സ്, ഹീറ്റ് ഷീൽഡ്സ്. ഒരു ലോങ് ടൈം ഗോളിലോട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് ഗഗൻയാൻ എന്ന് പറയുന്നത് എന്താണ് ഫൗണ്ടേഷൻ ഫോർ ദ ഫ്യൂച്ചർ ഹ്യൂമൻ സ്പേസ് എക്സ്പ്ലോറേഷൻ. അതുപോലെ പ്ലാൻഡ് മൈൽ സ്റ്റോൺസ് ഒക്കെ എന്താണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ബൈ 2035, അതുപോലെ ഇന്ത്യ ക്രൂഡ് ലൂണാർ ലാൻഡിംഗ് ബൈ 2040. അതുപോലെ എന്താ സ്പേസ് ഡെക്സ് എന്താണ് സാറ്റലൈറ്റ് ഡോക്കിംഗ് ടെക് വിൽ എയ്ഡ് ഇൻ സ്പേസ് സ്റ്റേഷൻ ആൻഡ് ഡീപ് സ്പേസ് വിഷൻസ്. ഓക്കെ, ഇതൊക്കെയാണ് എന്താണ് ലോങ് ടൈം ഗോൾസിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജി, GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിലും, എസ്സേയിൽ എന്താണ് ഇന്ത്യ സ്പേസ് പവർ അംബീഷൻസ്, അതുപോലെ ലിങ്കേജസ് ബിറ്റ്വീൻ സയൻസ്, സെൽഫ് റിലയൻസ് ആൻഡ് ഗ്ലോബൽ ലീഡർഷിപ്പ് ഒക്കെയാണ് വരുന്നത്. മെയിൻസിന്റെ റിലവൻസ് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അപ്പം ന്യൂസുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിക്കാം, മെയിൻസിന്റെ ഭാഗങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.